അമ്മേ അച്ഛാ അമ്മേ അമ്മേ അച്ഛാ അച്ഛാ അമ്മേ അമ്മേ അച്ഛാ. അനു, കീർത്തി, എന്തു പറ്റി? എന്തിനാ രണ്ടുപേരും കരയുന്നേ? അത് അച്ഛാ, ചേട്ടൻ. എന്താ നിങ്ങൾ മാത്രം വന്നേ? ഉണ്ണി എവിടെ? ഏട്ടന് ആക്സിഡന്റ് ആയി അമ്മേ. ഉണ്ണിക്ക് ആക്സിഡന്റ് ആയിരുന്നോ? എവിടെയാ അവന്? എന്താ പറ്റിയത്? അയ്യോ, നന്ദിനി പോയി വെള്ളം എടുത്തിട്ട് വാ. ശരി ചേച്ചി. വസുന്ധര, കണ്ണു നോക്ക്. വസുന്ധര, വസു. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ എഴുന്നേക്കമ്മേ. അമ്മേ ഉണ്ണി, ഏട്ടാ, ഉണ്ണി എവിടെ? ഉണ്ണിക്ക് ആക്സിഡന്റ്. താനൊന്നും പേടിക്കണ്ട. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ലെന്ന്. കേട്ടു. ആക്സിഡന്റ് എങ്ങനെയാ പറ്റിയേ? ഞങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോ ഓട്ടോയുടെ ടയർ പഞ്ചറായി. അപ്പൊ ഞങ്ങൾ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി. ആ സമയത്ത് ആരോ വന്ന് ഉണ്ണി ഇടിച്ചിട്ടിട്ട് പോയി കളഞ്ഞു. നിനക്ക് ഉണ്ണിക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയോ? ഉണ്ണിക്ക് ചെറിയ പരിക്കേ പറ്റിയിട്ടുള്ളൂ. ഏതോ ഒരു ആന്റി വന്ന് അപ്പൊ തന്നെ ഉണ്ണിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഏത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞായിരുന്നോ? സുജാത ഹോസ്പിറ്റലിലെ അങ്കിൾ. എന്റെ ഉണ്ണി. താൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. നമുക്ക് ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. ഞങ്ങളുടെ ഉണ്ണിക്ക് എങ്ങനെയുണ്ട്? ഏത് ഉണ്ണിയുടെ കാര്യം? ഉണ്ണി ഞങ്ങളുടെ മകനാണ് ഡോക്ടർ. അവന് ആക്സിഡന്റ് സംഭവിച്ചപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാ ഞങ്ങൾ അറിഞ്ഞ. ഓ, ആ പയ്യന്റെ കാര്യമാണോ? ഇപ്പൊ ICUലാ ഉള്ളത്. എന്റെ ഉണ്ണിയുടെ അവസ്ഥ എങ്ങനെയുണ്ട് ഡോക്ടർ? തലയിലാണ് ഇഞ്ചുറി. കണ്ടീഷൻ പറയുകയാണെങ്കിൽ അല്പം മോശമാണ്. അവന് ബോധം വന്നതിന് ശേഷം എന്തെങ്കിലും പറയാൻ കഴിയും. ഇപ്പോ ഉണ്ണി ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ? വൺ സെക്കൻഡ്. നിങ്ങളുടെ മകനാണ് ഉണ്ണിയെങ്കിൽ അവരാരാ? നിങ്ങളുടെ മകനെ അവരാണ് ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് അവരാണ് കുട്ടിയുടെ അമ്മയെന്നാ ഞാൻ കരുതിയത്. നമസ്കാരം മാഡം. ഞങ്ങളെ ഉണ്ണിയുടെ പാരന്റ്സ് ആണ്. നമസ്കാരം. എൻ്റെ പേര് ജാനകി. താങ്ക് യു സോ മച്ച്. കറക്റ്റ് സമയത്തിന് ഞങ്ങൾ ഉണ്ണിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വളരെ വലിയ ഹെൽപ്പാണ് ചെയ്തത്. താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഓക്കെ. ഞാൻ ആ റോഡിൽ കൂടി പോവുകയായിരുന്നു. കുട്ടിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം വേദനിച്ചു. അതാ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ദേവത പോലെ വന്ന് ഞങ്ങളുടെ ഉണ്ണിയെ രക്ഷിച്ചു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. അങ്ങനെ നന്ദിയൊന്നും പറയണ്ട. എനിക്കും നിങ്ങളുടെ മകനെ പോലൊരു മകനുണ്ടായിരുന്നു. പോയി കണ്ടോളൂ. വസുന്ധര, ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല.
സമയത്ത് നിങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ ഉണ്ണിയുടെ അവസ്ഥ ഇപ്പൊ എന്താകുമായിരുന്നു? നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. ആ നേരത്തെ ഞാൻ അവിടെ ഉണ്ടായിരുന്നോണ്ട് എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞു. സോറി, എനിക്ക് അർജന്റായിട്ട് ഒരു ജോലിയുണ്ട്. നിങ്ങൾ കുട്ടിയെ നോക്കിക്കോളൂല്ലോ. പേടിക്കാനൊന്നുമില്ല. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. അവര് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ മോന്റെ കാര്യം ബുദ്ധിമുട്ടിലായേനെ. വന്നപ്പോ തന്നെ ബ്ലഡ് ഒരുപാട് ലോസ് ആയിരുന്നു. ട്രീറ്റ്മെന്റ് ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുക. ഡോക്ടർ, എത്ര പണം ചെലവായാലും കുഴപ്പമില്ല. എന്റെ പേരക്കുട്ടിക്ക് സുഖമായി തിരിച്ചു വരണം. ആവശ്യമുണ്ടെങ്കിൽ വിദഗ്ധ ഡോക്ടർമാരെ വിളിച്ചാലും സാറില്ല. കാശിനെ കുറിച്ച് ഒന്നും കൊണ്ട് പേടിക്കണ്ട. നിങ്ങളുടെ ഹോസ്പിറ്റലിൽ എക്സ്പെർട്ട് ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാം. ആ, നന്നായിട്ടുണ്ട് ചേട്ടാ, വളരെ നന്നായിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ടുണ്ട്. അവന്റെ തലയില് ഒരു ചെറിയ മുറിവുണ്ടായെന്നാ തോന്നുന്നേ. അതിനാണോ എത്ര ചെലവുണ്ടായാലും വേണ്ടില്ലെന്നൊക്കെ പറയുന്നേ? അതേസമയം എന്റെ മകൾക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞപ്പോ പിന്നീട് നോക്കാന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ ഈ പക്ഷഭേദം നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് ദമയന്തി? ഞാൻ നിങ്ങൾ പ്രസവിച്ച മോള് തന്നെയല്ലേ അമ്മേ? ശിവാനി നിങ്ങളുടെ പേരക്കുട്ടിയും തന്നെയല്ലേ? ഞങ്ങളോട് മാത്രം പണം ഇല്ലെന്ന് പറയുന്നു. അവൻ നമ്മുടെ രക്തമേ അല്ല. അവന് വേണ്ടി എല്ലാവരും വേദനിക്കുന്നു. എത്ര പണം വേണമെങ്കിലും ചെലവാക്കാമെന്ന് പറയുന്നു. നിന്നോട് എത്ര തവണ പറയണം ദമയന്തി, ഉണ്ണി എന്റെ മകനാണ്. പക്ഷെ നിങ്ങളുടെ സ്വന്തം മോനല്ലല്ലോ ചേട്ടാ. ചേട്ടന്റെ ശരീരത്തിൽ ഓടുന്ന രക്തമല്ലല്ലോ അവന്റെ ശരീരത്തിൽ ഓടുന്നത്. നിയമപ്രകാരം ഞാൻ അവനെ ദത്തെടുത്തതാണ്. സ്വന്തം മകനെ പോലെ തന്നെയാണ് എനിക്ക്. അതെങ്ങനെയാ ചേട്ടാ? ചെറിയമ്മ എന്നെ ദത്തെടുത്ത് വളർത്തിയതല്ലേ? എന്ന് വെച്ച് ഞാൻ അവരുടെ സ്വന്തം മകളാകില്ലല്ലോ. ഞാനും നിങ്ങളുടെ രക്തമല്ലേ? ഈ സമയത്ത് എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മ എനിക്ക് വേണ്ടി 10 പൈസ ചെലവാക്കിയിട്ടില്ല. പക്ഷെ ആ ഉണ്ണിക്ക് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കാനായി തയ്യാറായി നിൽക്കുവല്ലേ? ശിവാനിക്ക് എത്ര സ്വർണം വേണമെങ്കിലും അതെല്ലാം നമുക്ക് ശരിയാക്കാം ദമയന്തി. ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. ഇത് സ്വർണത്തിനെ കുറിച്ചുള്ള പ്രശ്നമല്ല അമ്മേ. എന്റെ മനസ്സിലെ വേദന ഞാൻ തുറന്നു പറഞ്ഞതാ അമ്മേ. നിങ്ങൾ പ്രസവിച്ച മോള് വാ തുറന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഏതോ ഒരു പയ്യന് വേണ്ടി. ഉണ്ണി ഏതോ ഒരു പയ്യനൊന്നും അല്ല ദമയന്തി. വീണ്ടും ഇനി ഈ കാര്യം തന്നെ പറഞ്ഞാൽ എന്റെ തനി സ്വരൂപം നീ കാണും. ഉണ്ണി ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല. ഞാൻ എന്തു പറഞ്ഞാലും തെറ്റാറ്റി എടുക്കുള്ളൂ അല്ലേ അമ്മേ? ചേച്ചി, ഇത് വീടല്ല, ദൈവം മിണ്ടാതിരിക്കും. അങ്ങനെയല്ല അഖിലേ. ആ ഉണ്ണിച്ചെറുക്കൻ. ഉണ്ണിയെ കുറിച്ച് നീ ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ ദമയന്തി ഞാൻ വെറുതെ ഇരിക്കില്ല. നോക്ക്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ വീട്ടിൽ പോ. ഓഹോ, ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലല്ലേ? ശരി, വീട്ടിലേക്ക് വാ, അവിടെ പ്രശ്നം ഉണ്ടായിക്കോളാം. സോറി ഡോക്ടർ. ഡോക്ടർ, എന്റെ മകനൊന്നും സംഭവിക്കില്ലല്ലോ? സിറ്റുവേഷൻ ക്രിട്ടിക്കൽ ആണെങ്കിൽ പറയൂ, വേറെ ഹോസ്പിറ്റൽ വേണമെങ്കിലും കൊണ്ടുപോകാം. ഈ കണ്ടീഷനിൽ കുട്ടിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് റിസ്ക് ആണ് സർ. അവന് ബോധം വന്നതിന് ശേഷമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. ഈശ്വരനോട് പ്രാർത്ഥിച്ചോളൂ. ഈശ്വരാ,
അയ്യോ വസുന്ധര, ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കെ. കരയില്ലേ? ടെൻഷനാവണ്ട വസുന്ധര, കരയില്ലേ? ഞാൻ പറയുന്നത് കേൾക്ക. വസുന്ധര, കൺട്രോൾ യുവർ സെൽഫ് പ്ലീസ്. വസുന്ധര, താൻ ഇപ്പോഴാണ് ധൈര്യമായിട്ടിരിക്കേണ്ടത്. അവൻ പെട്ടെന്ന് തന്നെ കണ്ണുറക്കും. ഡോക്ടർ, ഉണ്ണി ഐ എം വെരി സോറി. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ കുട്ടിക്ക് ഇതുവരെ ബോധം വന്നിട്ടേയില്ല. എന്റെ മകൻ ഉണ്ണി കണ്ണു തുറക്കാൻ വേണ്ടിട്ട് ഇനി എത്ര സമയം എടുക്കും ഡോക്ടർ? ഇപ്പോഴേക്കും ബോധം തെളിയേണ്ടതാണ്. 1-2 മണിക്കൂറിനകമെങ്കിലും ബോധം തെളിഞ്ഞില്ലെങ്കിൽ കോമയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയരുതേ ഡോക്ടർ, എന്തെങ്കിലും ചെയ്യണം. ഡു സംതിങ് ഡോക്ടർ. ഞങ്ങളുടെ ഉണ്ണി കോമയിലേക്ക് പോകാതെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ. കഴിവിന്റെ പരമാവധി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഇനി ആ ഈശ്വരനാണ് അവന്റെ ബോധം തെളിയിക്കേണ്ടത്. ഐ എം സോറി. വസുന്ധര, ഇങ്ങനെ കരയില്ലേ? സമാധാനമായിട്ടിരിക്കെ. ഉണ്ണിക്കൊന്നും സംഭവിക്കില്ല. താനിങ്ങനെ കരയില്ലേ? ഒന്നും സംഭവിക്കില്ല വസു. ഉണ്ണി എത്രയും വേഗം കണ്ണു തുറന്നോളും മോളെ. എടുത്ത് ഇങ്ങനെ കരയില്ലേ? 1 hour ഉറപ്പായി ഉണ്ണി കണ്ണു തുറക്കും. ഡോക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. ഇല്ല, എന്റെ ഉണ്ണിയെ ഭഗവാൻ രക്ഷിക്കും. ഞാൻ പോയി ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കും. എന്റെ ഉണ്ണി എന്നിൽ നിന്നും അകറ്റരുതെന്ന് ദൈവത്തോട് അപേക്ഷിക്കും. വസുന്ധര, അഖിൽ, ഉണ്ണിയുടെ കൂടെ ഞാൻ നിൽക്കാം. നീ വസുന്ധര അടുത്തേക്ക് പോ. ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരാമേ. എന്താ ദേവി ഇത്? എന്റെ കണ്ണിൽ ഉണ്ണിയായ ഞാൻ പ്രസവിച്ച എന്റെ മകനെ എന്നിൽ നിന്നും അകറ്റാൻ നോക്കുവാണോ? അവനില്ലാതെ എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്താ ദേവി എന്നോടൊരല്പം പോലും കരുണ കാണിക്കാത്തത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എന്റെ മകനൊരു പഞ്ചപാവ. അവൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഞങ്ങളോട് ഇത്ര ദേഷ്യം? ഞങ്ങളോട് കരുണ കാണിക്കണേ ദേവി. എന്റെ മകനെ രക്ഷിക്കൂ. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ മകൻ എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ഇത് സത്യ. വീടാകിൽ എന്റെ കണ്ണടഞ്ഞാലും സാരമില്ല. എന്റെ ഉണ്ണിയുടെ കണ്ണ് തുറക്കണം. എന്റെ ജീവൻ കൊടുത്തെങ്കിലും ദേവിക്ക് തൃപ്തി വരുമെന്ന് നോക്കട്ടെ. തെറ്റാണ് മോളെ. ദേവി മനസ്സലിവുള്ളോളാ. ഭക്തരെ അനുഗ്രഹിക്കുന്നതല്ലാതെ നശിപ്പിക്കില്ല. പിന്നെ എന്തിനാ തിരുമേനി എന്റെ മകൻ മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന? അവൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ എന്റെ ജീവൻ നഷ്ടപ്പെടണം. അങ്ങനെ ആരാ നിന്നോട് പറഞ്ഞത്? ഇതാ കണ്ടില്ലേ ദേവിയുടെ മുന്നിലിരിക്കുന്ന കെടാവിളക്ക്. ഇത് ദേവിയുടെ ശക്തി രൂപമാണ്. ഈ വിളക്ക് തെളിഞ്ഞിരിക്കുന്നത് വരെയും ദേവിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അവിടെ എന്റെ മകന്റെ ജീവന്റെ വിളക്ക് കാറ്റ് കൊണ്ടാണ് ഞാൻ പോവുമല്ലേ? ഇല്ല മോളെ, ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ മകന് വേണ്ടി നിങ്ങളുടെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് കാണുമ്പോൾ
നിങ്ങളുടെ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നു. ഒരു കാര്യം ചെയ്തോളൂ. തലയിലൂടെ വെള്ളം ഒഴിച്ചിട്ട് ഈ കെടാവിളക്കം തലയിലേന്തി 5 തവണ ദേവിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യൂ. അങ്ങനെ ചെയ്താ എന്റെ മകൻ കണ്ണ് തുറക്കൂ തിരുമേനി? തീർച്ചയായും മോളെ. ഒരു പ്രധാന കാര്യം കൂടി പറയാം. പ്രദക്ഷിണം തീരുന്നത് വരെ ഈ കെടാവിളക്ക് അണയാതെ സൂക്ഷിക്കണം. തുടങ്ങിക്കോളൂ. വാ എടുത്തി, പൂജാരി പറയുന്ന പോലെ ചെയ്യാം നമുക്ക്. വേഗം വാ. മോളെ, ഇനി ഈ കെടാവിളക്ക് എടുത്ത് തലയിൽ വെച്ചിട്ട് 5 തവണ പ്രദക്ഷിണം ചെയ്തോളൂ. സൂക്ഷിക്കണേ എടുത്തി. എടുത്തി, സൂക്ഷിച്ചെടുത്തി.